ആ സാർ എത്ര ദിവസമായി കണ്ടിട്ട്? ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് വിട്ടത്? ഇങ്ങനെ വന്നു, ഇങ്ങനെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമുക്കൊരു ചായ പിടിക്കാം ആദ്യം. വാ. എത്ര നാളായി, കുറെ ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്. അതെ. എങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അക്കാഡമി? IAS അക്കാഡമിയിൽ ഇപ്പൊ നമ്മള് വളരെ തിരക്കിലാണ്. നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ജൂനിയർ IAS പ്രോഗ്രാമും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഞാനിന്നിപ്പോ വന്ന സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ കുറച്ച് നേരത്തെ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ കുട്ടികളിൽ തന്നെ നമുക്ക് ലീഡർഷിപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നേതൃത്വവും ലൈഫ് സ്കില്ലുകളും ഇതെല്ലാം കൂടെ നല്ലൊരു ലീഡറാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നല്ലൊരു ലീഡറാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ ആ ലീഡർഷിപ്പ് നിങ്ങളെ പകർത്തിക്കൊടുക്കണം. അതാണ് നിങ്ങളുടെ ജോലി. കാരണം നിങ്ങൾ ഒരു പിന്നെ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എങ്ങനെ ക്വാളിഫൈഡ് ആയി, ഇത് നിങ്ങളെ ത്യാഗം എന്തായിരുന്നു, ഇത് എന്തിനു വേണ്ടി ഞങ്ങൾ ചെയ്ത്, ഇതൊക്കെ ഇന്ന് എത്രയോ കുട്ടികളെ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച് അതിന് മിടുക്കന്മാരാക്കുന്നത്. അതുണ്ടാക്കാനുള്ള പ്രചോദനം ഒക്കെ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കണം. കുട്ടികൾ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും. കാരണം ചെറിയ കുട്ടികൾക്ക് ഞാൻ ആവും എന്തെന്നൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് എല്ലാം ആകാം എന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾ അവരിൽ ഉണ്ടാക്കണം. അതാണ് നിങ്ങളുടെ ഏറ്റവും മെയിനായിട്ട്. അതിപ്പോ നമ്മളെ രക്ഷിതാക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ അടുത്ത് കുട്ടികളായിട്ട് വരുമ്പം എല്ലാവരും ഇവർക്ക് ഒരുപാട് സ്കില്ലുകൾ, കുട്ടികൾക്ക് മടി അല്ലെങ്കിൽ ഇവർ എന്തായിത്തീരും, ഇതിന് കൃത്യമായ ഒരു മാതൃക ഗൈഡൻസ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനൊരു കൃത്യമായിട്ടൊരു പ്രോഗ്രാം ഒക്കെ ഇപ്പോൾ ഡിസൈൻ ചെയ്തു. അപ്പം ഉറപ്പായിട്ടും ഇപ്പോൾ ലീഡർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരുപാട് ക്വാളിറ്റീസും വാല്യൂസും ഞാൻ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ സാറിൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന പാരൻസിനും കുട്ടികൾക്കും ഒക്കെ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ കേൾക്കുന്നതും ഞാൻ ഇൻസ്പയർ ആവുന്നതാണ്. ഓക്കെ, ഇപ്പം സക്സസ് എന്ന് പറയുന്നത് ശ്രീ ഗോകുലം ഗോപാലൻ സാർ എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ഡെഫിനിഷൻ സാർ തന്നെയാണ് അതിൻ്റെ ഉത്തരം. എന്നാലും സാറ് സക്സസിനെ സാറിൻ്റെ വാക്കുകളിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അതായത് നമുക്ക് ബുദ്ധിയും കോമൺ സെൻസാണ് ഏറ്റവും വലിയ ആവശ്യം. കോമൺ സെൻസ് ഇല്ലാതെ നമ്മൾ എന്ത് ബുദ്ധി ഉണ്ടെങ്കിലും കോമൺ സെൻസ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിജയിക്കാൻ പറ്റില്ല. കുറെ അറിവുണ്ടായിട്ട് മാത്രമല്ല, തിരിച്ചറിവുണ്ടായിരിക്കും. അതാണ് ഏറ്റവും ആവശ്യം. ആ തിരിച്ചറിവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ എന്ത് ജോലി ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ആകുമ്പോൾ ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് എനിക്ക് അതിനുള്ള ഉത്തരം. അപ്പോൾ അതിൽ ഇപ്പോൾ സാറിപ്പം എല്ലാ മേഖലകളും, ഇപ്പോൾ ഫൈനാൻസ് എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു കോർ ബിസിനസ് ആയിരിക്കുമ്പോഴും സിനിമ ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പം സമസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അടക്കം ഇങ്ങനെ എല്ലാ മേഖലകളിലും കൈവച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എല്ലാത്തിനും പ്രാവീണ്യം നേടിയെന്ന് ഞാൻ പറയാൻ പറ്റില്ല, പക്ഷെ പ്രാവീണ്യം നേടിയുള്ള സഹായത്തോടു കൂടി അവരെ കൂട്ടുചേർന്നിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് എന്ത് ചെയ്യാൻ തയ്യാറായി ഒരു കുട്ടിക്ക് മാത്രമേ നാളെ അത് ഉയർന്നു വരാൻ പറ്റും. അപ്പം ഞാൻ എഞ്ചിനീയറിലെ ചെറിയ വർക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവന് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അവന് എന്ത് ചെയ്യാൻ, അതായത് എഞ്ചിനീയറിംഗ് സംബന്ധപ്പെട്ട ഏറ്റവും ചെറിയ ജോലി ചെയ്യാൻ അവൻ തയ്യാറാവണം. അതാണ് ഏറ്റവും വലിയ നല്ല ഉത്തരം. അതിന് അങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അവൻ്റെ കഴിവിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള അവസരം അവന് കൊടുക്കണം. അവസരം കൊടുത്താൽ അവൻ ഡെവലപ്പ് ചെയ്ത്. അങ്ങനെയാണ് നമ്മളെ കമ്പനിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഇപ്പം ഞാൻ അടക്കം ഉള്ള നമ്മളൊരു യുവ സംരംഭകരെ സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പുതിയ തലമുറയുടെ മേലുള്ള ഒരു പ്രതീക്ഷ ആയിരിക്കുമല്ലോ. അപ്പം ആ യൂത്തിനെ സാർ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഇതെല്ലാം പ്രവർത്തനത്തിൽ. കാരണം ഒരാൾ സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അവരെ സംസാരം മാത്രമല്ല വേണ്ട, നമുക്ക് അവരുടെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയാൽ അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ സാറ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഒരു 50-55 വർഷത്തെ ലെഗസിയാണ് അതെന്ന് പറയുമ്പോഴും ഞാൻ അതിലൊരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഡെസിഷൻ മേക്കിംഗ് സ്കിൽ. അത് ചിലപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് കോഴ്സിന് പോകണം, ഇനി ഏത് ജോലിക്ക് പോകണം, ഇതെല്ലാം ആണ്. സാറ് ജീവിതത്തിൽ ഒരുപാട് ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയിട്ട് സാറിന്റെ ഒരു കാഴ്ചപ്പാട്? ഡിസിഷൻ മേക്കിംഗ് ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ആ ഉറച്ച തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അതിനെപ്പറ്റി നല്ലോണം ചിന്തിക്കണം. ചിന്തിച്ച ശേഷം
തീരുമാനം എടുക്കണം. ചിന്തിച്ച് കഴിഞ്ഞ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബോൾഡായിട്ട് ചെയ്യണം. അത് ചില പരാജയങ്ങളൊക്കെ വരും. കാരണം ആ തൊഴിൽ നടത്തി വിജയിച്ചവരുണ്ടാവും, എത്രയോ പേരുണ്ടാവും. അപ്പൊ അവര് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അതിന് ബുദ്ധിപരമായി അത് ഏത് രീതിയിൽ ആരംഭിക്കണം, ആരംഭിച്ച് അതെങ്ങനെ തുറക്കണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ആ തൊഴിലിനെ പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കണം. പിന്നെ അതിനെപ്പറ്റി നല്ല ബോധമുള്ള ആളുകൾ, ആ തൊഴിലിന് ബോധമുള്ള ആളുകളെ നമ്മൾ കൂട്ടുപിടിച്ച് അവരെ മുന്നോട്ട് കൂടെ നിർത്താൻ പറ്റണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ എന്തൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ടഫ്നെസ് അല്ലെങ്കിൽ ടഫ് സിറ്റുവേഷൻ, ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ, ഇത് ഉറപ്പാണ്. അതായത് ബുദ്ധിമുട്ടുകൾ എല്ലാ തൊഴിലിനും ഉണ്ടാകും. ഒരു തൊഴിലിനും ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് വിജയിക്കുന്നത് ഈസി ആയിട്ട് പരാജയപ്പെടും. കാരണം ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന, അതായത് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ അത് വളരെ സ്ലോ ആയി പെട്ടെന്ന് ഒരു കാര്യങ്ങൾ ചെയ്യാം, പെട്ടെന്ന് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് അത് വലിയ ബുദ്ധിമുട്ടായി മാറും. നമുക്ക് ലാഭം എല്ലാം പ്രതീക്ഷിക്കട്ടെ, നമ്മളെ ക്വാളിറ്റി, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നും നമ്മളൊരു എഞ്ചിനീയർ ഉണ്ടാക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഹോട്ടലാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി ഏത് തൊഴിലാണെങ്കിലും അതിലൊരു പരിശുദ്ധതയുണ്ട്, ഒരു ശുദ്ധതയുണ്ട്. ആ ശുദ്ധത ഒരിക്കലും കൈവിടരുത്. പിന്നെ ജനങ്ങൾക്ക് ഇതൊരു ഉപദ്രവമായി മാറണം. നമ്മൾ എന്ത് കാര്യം ചെയ്യും, ഇതൊരു അവൻ്റെ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ലാഭം കിട്ടുമായിരിക്കും, ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ അവൻ്റെ കുടൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമായില്ലേ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ചതിയാണ്, സമൂഹത്തോട് ചതിയാണ് ചെയ്യുന്നത്. അപ്പം അതും നമ്മൾ ചിന്തിക്കണം. അങ്ങനെ എല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വിധത്തിലും നമുക്ക് പരാജയപ്പെടില്ല. ഒരു ഫൈനാൻസ് ബിസിനസ് ആണെങ്കിൽ ഏറ്റവും ചെറിയ തരത്തിൽ, അതായത് ഏറ്റവും ചെറിയ തരത്തിൽ, ഏറ്റവും നമുക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ചെറിയ ഇൻട്രസ്റ്റ് കൊടുത്ത് അവരെ സഹായിക്കാം. പിന്നെ വലിയ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നവരെ നമ്മൾ ഭയപ്പെടണം. കാരണം അവരൊരിക്കലും ശരിയാവില്ല. കാരണം വലിയ ഇൻട്രസ്റ്റ് കൊടുത്തവർക്ക് തിരിച്ചു തരാനുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഏറ്റവും ചെറിയ ഇൻട്രസ്റ്റിന് ബാർഗെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ 1-2 ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇല്ല സാർ 1-2 എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരാളെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. 2 തരാന്ന് പറയുന്നതിന് ഇഷ്ടപ്പെടില്ല. കാരണം അവന് ഒരു ആലോചന ഇല്ലാത്ത ആളാണ് എനിക്കറിയാൻ പറ്റും. അതുപോലെ ഒരു തൊഴിൽ ഞാൻ ഇത്ര പണി എടുക്കും എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റും ഇവനിത് മുഴുവിക്കാൻ പറ്റില്ല, ഇവന് കാൽക്കുലേഷൻ ഇല്ല. അപ്പം അതായത് ഒരു വർക്ക് പറയുമ്പോൾ അതിനെപ്പറ്റി ശരിക്കും ബോധവാനായി പഠിച്ചാൽ മാത്രമേ അത് ഏറ്റെടുക്കാൻ പാടുള്ളൂ. എന്നാല് അഭിമുഖം ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുകളും സ്ട്രഗിളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളടുത്ത് എല്ലായിടത്തും പറയുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണ്, കൺസിസ്റ്റൻസി ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥിര ഉത്സാഹം ഞാൻ കാണുമ്പോഴെല്ലാം ഗോപാലൻ സാർ വളരെ എനർജറ്റിക്കായി, വളരെ ആക്റ്റീവായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പോകുന്ന കാണാറുണ്ട്. ആ ഒരു സ്ഥിര ഉത്സാഹം എങ്ങനെയാണ്? ഒരു ജോലി ചെയ്യുമ്പോൾ അത് നമ്മൾ ഹോബിയായിട്ട് കാണണം. ആ ജോലി ഒരു ഭാരമായിട്ട് കാണണം, അതൊരു ഹോബിയായിട്ട് കാണണം. എൻ്റെ ഒരു കസ്റ്റമറെ കാണണം ഒരു ജോലിയായിട്ട് കാണണം, അതെൻ്റെ ഒരു ഹോബിയായിട്ട് കാണണം. അതായത് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഹോബിയായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് ആ പണി സുഖമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴും നമ്മളെപ്പോഴും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സന്തോഷം എന്നുള്ളതിലേക്ക് എത്താനാണല്ലോ. അപ്പൊ സാറ് ഇത്രയും ഒരു ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സന്തോഷം എന്നുള്ളതിനെ എങ്ങനെ നിർവചിക്കും? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന സന്തോഷം, അതായത് സന്തോഷം എന്ന് വെച്ചാൽ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം കാണുമ്പോൾ അതിന് സന്തോഷിക്കുക, അത് വേറെ, അത് താൽക്കാലികമായിട്ടാണ്. നമ്മൾ സന്തോഷം, ഞാനൊരു കാര്യം ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ നല്ലൊരു കാര്യം ചെയ്താൽ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷം, അതെപ്പോഴും സന്തോഷിക്കാം. അത് ആരറിഞ്ഞാലും സന്തോഷിക്കാം. അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്താൽ അത് ഭയപ്പെട്ട് ഞാനേ നശിച്ചു, മനസ്സിലായില്ലേ? അതെന്താ ഇപ്പോൾ ഏത് തെറ്റ് ക്രിമിനൽ ചെയ്യുന്ന ആൾക്കാരും അത് ഒരു ദിവസം കാണും. ആ മനോഭാവം നമുക്ക് എപ്പോഴുണ്ട്. ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഒരു തെറ്റ് ചെയ്യാൻ അറിയാതെ തെറ്റിപ്പോകും, പക്ഷെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യനല്ല. ഇതിൽ ഒരു മനുഷ്യനെ നമ്മുടെ സംസ്കാരം അതാണ്, മറ്റുള്ള സ്നേഹിക്കുക, അവരെ പിന്നെ സ്നേഹിച്ചുകൊണ്ട് അവരോട് അവരിൽ നിന്നുള്ള കഴിവുണ്ടെങ്കിൽ അവർ കഴിവ് വാങ്ങിക്കുക, അല്ല അവരെ സഹായിക്കുക. എപ്പോൾ ഒരു അമ്മ മകനെ സ്നേഹിക്കുന്ന പോലെ ഒരു സ്നേഹം നമുക്കുണ്ട്. അതിൽ മറവില്ലാത്ത സ്നേഹമാണ് ഈ അമ്മ മകനെ സ്നേഹിക്കുന്ന രീതി. അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ആരോടും
ശത്രുത ഉണ്ടാവില്ല. കാരണം നീ ഞാനും ഒന്നാണെന്നുള്ളൊരു മനോഭാവം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സഹായിക്കാൻ നമുക്ക് ഉണ്ടാവും. പിന്നെ കഴിവില്ലാത്തവരുണ്ടാവും. കഴിവില്ല, നമ്മൾ ഒരാളെ തെറ്റിദ്ധരിക്കരുത്. പാമ്പിനെ കണ്ടാൽ കടിക്കുന്നതാണെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ആരും കടിക്കില്ല. അതിനെ ബുദ്ധിമുട്ടിച്ചല്ല കടിക്കും. ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവികളും ഓരോന്നോരോന്ന് ഉപകാരം ഈ പ്രകൃതിക്ക് കൊണ്ട് ഉപകാരം വരാം. അത് മനസ്സിലാക്കിയാൽ ഓരോ ജീവിതത്തിനും ഒരർത്ഥമുണ്ട്. ആ ജീവിതത്തിന് നമ്മൾ സ്ഥാനം കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു നമ്മുടെ മനുഷ്യനായി മറ്റുള്ളവരെ ഗണിക്കുകയുള്ളൂ. നമുക്ക് വേറെ സമൂഹത്തിൽ ഒരു സ്ഥാനം നമുക്ക് ലഭിക്കും. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ കുഞ്ഞു കുട്ടികൾ മുതലേ ഇത് നർച്ചർ ചെയ്തെടുക്കണം എന്നുള്ള നമ്മുടെ ഒരു വിഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്കാണ്. നമ്മൾ മോറലായിട്ട് പഠിപ്പിക്കും. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ IAS ആകുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തായാലും ഒരു മോറൽ നമുക്കുണ്ടായാലും മൊറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മളൊരു മൂല്യങ്ങൾ എപ്പോഴും സംരക്ഷിക്കണം. നമ്മൾ ഒരു സംസ്കാര മൂല്യങ്ങൾ സംരക്ഷിച്ചായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകും. ആ മൂല്യങ്ങൾ നമ്മൾ ആദ്യത്തെ ഇതാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം വേണ്ട. ആ ഒരു പാത്രമാണ് ആ മൂല്യങ്ങൾ. അത് വൃത്തിയിലൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് നശിച്ചു, അത് നമുക്ക് കീറി ഇലയിൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമുക്ക് അവസാനം കഴിക്കാൻ പറ്റില്ല. അപ്പം അത് എപ്പോഴും ബേസ്മെന്റ് മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെ കാത്തിരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം നമ്മൾ നടത്തുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് അവസാനം ഉറപ്പായിട്ടും സത്യം പറഞ്ഞാൽ ഈ ഒരു മൂല്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. നമ്മൾ ഓരോരോ പ്രോഗ്രാമും കുട്ടികൾക്ക് ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും സാറിന്റെ ആ ഒരു വിഷൻ നമ്മൾ അതിനകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പല ക്ലാസ്സുകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ നല്ല ക്ലാസ്സുകൾ കുട്ടികളെ വളരെ, അതായത് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നു. അപ്പൊ കുട്ടികള് അത് ഹാപ്പി ആയിട്ട് വളരെ ഒന്നും നഷ്ടപ്പെട്ടു പോവാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരുന്നത്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഞാൻ കുറേ 2-3 ചോദ്യങ്ങളായിരുന്നു. പക്ഷേ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അത് നമ്മളെ കേൾക്കുന്ന കുട്ടികൾക്കും പാരൻസിനും കൂടെ എത്തട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഇന്നത്തെയും ചോദ്യങ്ങളായിട്ട് ചോദിച്ചത്. ഞാൻ ഓൾറെഡി ഇൻസ്പയർഡ് ആണ് ഈ കാര്യങ്ങളിൽ. നമുക്ക് മോട്ടിവേഷൻ ആവുന്നതും തീർച്ചയായിട്ടും ഇതിൻ്റെ തലപ്പത്ത് സാർ ഇരുന്നുകൊണ്ട് നമുക്ക് തരുന്ന മോട്ടിവേഷനാണ് നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത്. എന്നും ആരും പരിപൂർണമല്ല, എല്ലാവർക്കും ന്യൂനതകളുണ്ടാകും. ആ ന്യൂനതകൾ മറ്റുള്ള നമുക്ക് മനസ്സിലാക്കി നമ്മളിൽ തിരുത്തുമെന്നുള്ളത് നമ്മൾ സ്വയം തെറ്റുകളെ തിരുത്തി കൊണ്ടുവരും. മറ്റുള്ളവരുടെ ന്യൂനത കണ്ടുപിടിക്കലല്ല, നമ്മുടെ ന്യൂനതകളെ തിരുത്തലാണ് നമ്മളെ ലക്ഷ്യം. അതെ, ആ ഒരു പർപ്പസ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ ഓഫ് ലൈഫാണ് നമ്മൾ ശരിക്കും കുട്ടികളിലും നമ്മുടെ സ്ഥാപനങ്ങളോട് എല്ലാം കുട്ടികൾക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഉറപ്പായിട്ടും നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അവരോട് പറയുന്നത്. താങ്ക് യു സോ മച്ച്.